നമ്മൾ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു മാസൺ ജാർ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാസൺ ജാർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ജാമിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം അച്ചാറിൻ്റെ പിന്നെ അതുപോലെ തേനിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ ആ ഒരു വൈറ്റ് കളർ എഗ്ഷെല്ലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കിട്ടുകയാണെങ്കിൽ വൈറ്റ് തന്നെ എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു. അപ്പം എന്നാലും കുറച്ചിങ്ങനെ വലിയൊരു ഫ്ലേക്സ് ആയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഫൈൻ പൗഡറല്ല, എന്നാലും കുറച്ചൊന്നിങ്ങനെ ഒരു പൗഡറായിട്ടുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയിലിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളല്ലാതെ തന്നെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു വെയിറ്റുള്ള ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചു കൊടുത്താലും നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് കുറച്ച് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ വെള്ളമൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ ഈ ഒരു ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബോട്ടിലേക്ക് ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും അല്ല കേട്ടോ, ബോട്ടിലിൻ്റെ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ ആ ഒരു ഫെവിക്കോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു എഗ്ഷെല്ല് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഒരുപാട് ഇങ്ങനെ നൈസായിട്ടില്ല, കുറച്ചൊരു തിക്കായിട്ട് തന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം അടുത്ത ഭാഗത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പേപ്പറിലൊക്കെ നമ്മൾ എഗ്ഷെല്ലിൻ്റെ ആ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോട്ടിൽ റോൾ ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിലൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ അത് ഇളകി പോകുന്നുണ്ട്, നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്, എന്നാലും അതിങ്ങനെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോളിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കല്ലാതെ നേരിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നൈസായിട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഫെവിക്കോൾ ഇങ്ങനെ വെച്ച് നനച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഇളകി പോകും. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു എഗ്ഷെല്ലിൻ്റെ പൗഡർ ആ ഒരു ബ്രഷിലേക്കാവും, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ മേലൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങനെ ഇടുന്നില്ല കേട്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് നമ്മൾ കൈൻ്റെ വിരലിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഭയങ്കര ഡസ്റ്റ് ആയിട്ടുള്ളതാണ്, അപ്പോൾ കയ്യിലും എല്ലാ ഭാഗത്തും ആവും, അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാടൊന്നും ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, നമ്മളിങ്ങനെ ഇടയ്ക്ക് മാത്രമൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്നും ഇങ്ങനെ ആ ഒരു ബോട്ടിലിപ്പം സ്പ്രിങ്കിളൊക്കെ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയ്യിലേക്കൊന്നും വരില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രണ്ട് സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു വൃത്തികേടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ആ ഒരു ഈ ബോട്ടിൽ ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച സമയത്ത് ഇങ്ങനെ കുറച്ച് ആ ഒരു ഫെവിക്കോൾ ഇങ്ങനെ ഒന്ന് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫെവിക്കോളും ഗ്ലിറ്റർ പൗഡറും കൂടെ. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് രണ്ട് സൈഡിലൊന്നിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷേ അത് ഭയങ്കര പൊട്ടത്തരായിരുന്നു കേട്ടോ, അത് ഒരു ഫിനിഷിങ് അവിടെ വന്നിട്ടില്ലായിരുന്നു. കാരണം നമ്മളല്ലാത്ത സ്ഥലത്തൊക്കെ കണ്ടത് ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തപ്പം നല്ലൊരു യൂണിഫോമായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഗ്ഷെല്ല് പൗഡറിൻ്റെ മേലെ അങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴിയുന്നതും വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മാത്രമൊക്കെ വെള്ളം ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഈ മുന്തിരിയുടെ ഒരു തണ്ടാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതിങ്ങനെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് കുറച്ച് റെഡ് കളർ ബീഡ്സാണ്. അപ്പോൾ ഇത് മോളുടെ പഴയ മാലയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ കളർ കമ്പി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബണ്ടിൽ പോലെ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ, ജസ്റ്റ് നമ്മളൊരു മുത്ത് ഇങ്ങനെ കോർത്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കുക, എന്നിട്ട് വേറൊരു മുത്ത് കോർത്ത്, അപ്പോൾ അങ്ങനെ നമ്മളൊരു ബണ്ടിൽ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ജൂട്ട് തട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഈ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു റെഡ് കളർ ബീഡ്സിൻ്റെ ഒരു ബണ്ടിൽ ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഒരു ചെറി പോലെ ഇങ്ങനെ തോന്നിക്കാനാണ്. ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെറിയും പിന്നെ ഗ്രീൻ കളർ ലീഫായിട്ടും ഇങ്ങനെ നല്ലൊരു ഭംഗിയായിട്ടുള്ള കുറച്ച് ലീവ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് പകരം ആ ഒരു ചെറിയുടെ ഒരു രീതിയിലേക്കാണ് നമ്മളൊരു റെഡ് കളർ ബീഡ്സിൻ്റെ ഒരു ബണ്ടിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ഒരു
ഗ്രീൻ കളർ മുന്തിരിയുടെ ആ ഒരു തണ്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് വെച്ച് നന്ന ടൈറ്റായിട്ടൊന്നിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ബോ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു എപ്സം സാൾട്ട് വെച്ചിട്ടാണ് പൊതുവേ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാനിതിലേക്കൊരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു നമ്മളുടെ ഒരു പുറത്ത് എക്സൽ വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ ആ ഒരു ലൈറ്റ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. എൻ്റെ കയ്യിൽ ആ ഒരു ക്യാൻഡിൽസ് കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പഴയൊരു ക്യാൻഡിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഒരു തിന്നായിട്ടുള്ള ക്യാൻഡിൽ, അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാനൊക്കെ കുറച്ചൊരു സുഖമാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു ഹൈറ്റിൽ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു എക്സല് എനിക്കിങ്ങനെ ആ ഒരു ലൈറ്റ് കാണുന്ന സമയത്ത് തോന്നുന്നു കുറച്ചും കൂടെ മേലോട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഭംഗിയെന്നുണ്ടാവും. കുറച്ചും കൂടെ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എക്സലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക, അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു ക്യാൻഡിലിൽ നല്ല വെളിച്ചം നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ വൈറ്റും ആ ഒരു റെഡും ഗ്രീനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു സ്നോ മാസൺ ജാർ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ ഒരു ബോട്ടിലായിട്ട് വെളിയിലുള്ളവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ എപ്സം സാൾട്ട് യൂസ് ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ആ ഒരു എപ്സം സാൾട്ടിന് തന്നെ നല്ലൊരു ക്രിസ്റ്റലായിട്ടുള്ള നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എപ്സം സാൾട്ടാണെങ്കിൽ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പോൾ എക്സലിൻ്റെ പൗഡർ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് സിമ്പിളായിട്ട് അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒരു റെഡും ഗ്രീനൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തത്, എന്നാൽ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാൻഡിൽ വെച്ചിട്ടും അല്ലാതെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിലും ഇതുപോലെ എക്സലിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും നല്ലൊരു ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വെളിച്ചം അത്ര കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറായിട്ടും കൂടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു എക്സലിൻ്റെ പൗഡർ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ നൈറ്റിലൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ജാമിൻ്റെ അല്ലെങ്കിൽ പിക്കിളുടെ ഒക്കെ ഒരു മാസൺ ജാർ എടുത്തിട്ട് ഇതുപോലെ എക്സലൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.